നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ലോകവീക്ഷണം ഉണ്ടാകണമെങ്കിൽ പഠിപ്പിച്ചേ പറ്റൂ. അങ്ങനെയല്ല മനുഷ്യർ ജീവിച്ചിരുന്നത് രാജാവിൻ്റെ പ്രജകളായിട്ടാണ്. 200 വർഷമായിട്ടുള്ള തുല്യരായ മനുഷ്യരാണ് നമ്മളെന്നും, നമ്മൾ ആഫ്രിക്കയിലുണ്ടായവരാണെന്നും, എല്ലാ ഗോത്രങ്ങളും പരസ്പര ബന്ധമുള്ളവരാണെന്നും, അല്ലാതെ കറുത്തവരായിട്ട് ജനിച്ചവരും വെളുത്തവരായിട്ട് ജനിച്ചവരും ഒന്നും ഇല്ലെന്നൊക്കെ ഉള്ളതൊക്കെ പല റേസുകളുണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്ന മനുഷ്യരാണ്. ആയിരക്കണക്കിന് വർഷം കൊണ്ട് ഭൂമധ്യരേഖയിൽ നിന്ന് ആർട്ടിക്കിലോട്ട് പോയവർ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് സൂര്യപ്രകാശം വീഴുന്നതനുസരിച്ച് ചരിഞ്ഞാണല്ലോ ഉരുണ്ട ഭൂമിയിൽ ലൈറ്റ് വീഴൂ. അതുകൊണ്ട് വെളിച്ചം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോയ സമയത്ത് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി ശരീരത്തിലുണ്ടായിരുന്ന മെലാനിൻ കുറഞ്ഞാണ് വെളുത്തു പോയത്. അത് ആയിരക്കണക്കിന് വർഷം കൊണ്ട് ആയിരക്കണക്കിന് തലമുറകളിലൂടെ ഉണ്ടായതാണ്. അവരൊരു ദിവസം വള്ളത്തെ കയറി വരുമ്പോഴാണ് വെളുത്തവരാണെന്ന് തെറ്റിദ്ധരിച്ചു പോയത്, കറുത്തവരാണ് തെറ്റിദ്ധരിച്ചു പോയതിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ. ഹോമോസാപ്പിയൻ സാപ്പിയനേ ഉള്ളു. അവർ പല സാഹചര്യങ്ങൾ ജീവിച്ചപ്പോൾ വ്യത്യസ്തരായതാണെന്നുള്ള അറിവൊക്കെ വന്നിട്ടൊക്കെ വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ദൈവം പലതായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇതുവരെ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ആയിരക്കണക്കിന് വർഷം കൊണ്ട് ആർജിച്ചിട്ടുള്ള സംസ്കാരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് നമുക്കിന്ന് ഏറ്റവും വലിയ തടസ്സം. നമ്മൾ സ്പെഷ്യലാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് എല്ലായിടത്തും ഉള്ളത്. അവരവരുടെ ഗോത്രം സ്പെഷ്യലാണെന്ന്, അവരവരുടെ സ്വന്തം ദൈവമാണ് നമ്മളെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നതാണ്. എല്ലാ ഗോത്രത്തിനും കുലദൈവമുണ്ട്. ആ ദൈവമാണ് അവരെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ്.